ചേന്നമംഗലത്തെ പാലിയം എന്ന തറവാട്ടിൽ നിന്നും മലയാളികളുടെ ശുദ്ധ സംഗീതത്തിൻ്റെ, ശുദ്ധ ലളിത സംഗീതത്തിൻ്റെ, ശുദ്ധ സിനിമാ സംഗീതത്തിൻ്റെ സ്വന്തക്കാരനായി ജയചന്ദ്രൻ എന്ന ഗായകൻ മാറിയിട്ട് 5 പതിറ്റാണ്ടാവും. 3-4 തലമുറകൾ ഈ ശബ്ദം കൊണ്ടാടിയത് സ്വന്തം പ്രണയമായും, സ്വന്തം വേവലാതികളായും, സ്വന്തം വിഹുലതകളുമായാണ്. മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഗായകൻ യേശുദാസിനോടൊപ്പം സമാന്തരമായി സഞ്ചരിക്കാനും വേറിട്ട ഒരു ഭാവതലങ്ങൾ സൃഷ്ടിക്കുവാനുമുള്ള മഹാഭാഗ്യം ലഭിച്ച ഗായകനാണ് ജയചന്ദ്രൻ. ഈ ഓണക്കാലത്ത് കൈരളി ടിവിയുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായി സംവദിക്കാൻ, വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മളുടെ പ്രിയപ്പെട്ട ഭാവഗായകൻ നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് ഭാവഗായകനുമായി വിശേഷങ്ങളിലേക്ക് കടക്കാം. ചേട്ടാ, ഒരു തിരുവോണക്കാലം കൂടി വരുവാണ്. അപ്പോൾ ഒരു ഓണം വരുമ്പോൾ പലപ്പോഴും ഓണം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരുപാട് ഓർമ്മപ്പെടുത്തൽ. അപ്പോൾ നമ്മൾ മാറിപ്പോയി, നമ്മുടെ പാട്ടുകൾ മാറിപ്പോയി, നമ്മുടെ കാലം മാറിപ്പോയി, നമ്മുടെ പ്രണയം മാറിപ്പോയി, എല്ലാം മാറിപ്പോയി എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് പലപ്പോഴും ഓണം. ചേട്ടന് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ, മദ്രാസിലെ വളരെ ദീർഘകാലത്തെ സ്ഥിര ജീവിതത്തിനിടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ ആ കൗമാരവും, ആ നിഷ്കളങ്കമായ പ്രണയവും, പാട്ടിനോടുള്ള അഭിനിവേശവും, ആ മൃദംഗം കൊട്ടി നടന്ന ആ കൊച്ചു ബാലൻ്റെ നിഷ്കളങ്കമായ ചിന്തകളും ഒക്കെ ഇങ്ങനെ തികട്ടി വരാറില്ലേ മനസ്സിൽ? അങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോൾ ഇപ്പം അങ്ങനത്തെ സാധനങ്ങൾ കാണാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇപ്പോൾ എല്ലാം കെട്ടിടങ്ങളും വലിയ വലിയ ഇതൊക്കെ ആയില്ലേ. പക്ഷേ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഗ്രാമ അന്തരീക്ഷമുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അത് ഓർമ്മ വരും. പിന്നെ സംസ്ഥാന സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് പിന്നെ മൃദംഗത്തിനുള്ള മത്സരം, അപ്പോൾ തന്നെ ദാസേട്ടൻ്റെ ശാസ്ത്രീയ സംഗീത മത്സരം, പിന്നെ നിങ്ങൾ ഒരുമിച്ച് കണ്ട ആ കാഴ്ച, അതിനുശേഷം സമാന്തരമായി വളരെ ഭംഗിയോടെ ഒരുപാട് കാലം സഞ്ചരിക്കാനും മലയാളത്തിൻ്റെ ഹൃദയത്തിൽ വളരെ ഭംഗിയുള്ള ഒരു ഇടം നേടാനും ഒക്കെ സാധിച്ചു. അതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ഭാഗ്യമായിട്ട് കരുതുന്നുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം, ഈശ്വരൻ്റെ അനുഗ്രഹം. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, മറ്റു പലരേക്കാൾ ശ്രമങ്ങൾ കുറഞ്ഞ ഒരു ഗായകൻ. ഒരുപക്ഷെ ആദ്യത്തെ പാട്ട് പാടിയപ്പോൾ പോലും പാടിയിട്ട് പോലും ഇത് ശരിയാവില്ലെന്ന് പറഞ്ഞ് പൊയ്ക്കളഞ്ഞ ആള് ഫസ്റ്റ്. അതെ കുഞ്ഞാലിമരക്കാരിൽ ആ ഓർമ്മകളൊന്നുകൂടെ. കുഞ്ഞാലിമരക്കാരിൽ എന്നെ ഞാൻ അവിടെ ഒരു പ്രോഗ്രാമിന് പാകിസ്ഥാൻ വാർ ഫണ്ടിൻ്റെ എം ബി ശ്രീനിവാസൻ്റെ പ്രോഗ്രാം മലയാളി ക്ലബ്ബ് മദ്രാസിൽ പ്രോഗ്രാമിന് പോയി പാടാൻ ചൊട്ട മുതൽ ചുള്ളവരെ വരെയാണ് പാടിയത് പ്രോഗ്രാമിന്. അപ്പം അന്ന് വേറെ പാട്ടുകാരൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ പാട്ട് പാടി. ശേഖർ സാറായിരുന്നു ഇത് വെച്ചിട്ട്. ശേഖർ സാറിൻ്റെ പാട്ടാണല്ലോ, പുള്ളിക്ക് വലിയ ഇഷ്ടമായി. അപ്പോൾ ശേഖർ സാർ പാടാൻ പറഞ്ഞു, ആ പാട്ട് പാടി നന്നായിട്ട് പാടാൻ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ആ പാട്ട് പ്രോഗ്രാം. പക്ഷെ ഭാഗ്യത്തിന് ശോഭന പരമേശ്വരൻ നായർ ഇപ്പം മരിച്ചു പോയില്ലേ ഭാഗ്യം, അദ്ദേഹം ശോഭന പരമേശ്വരൻ നായർ വന്നിരുന്നു, RS പ്രഭു, വിൻസൻ മാസ്റ്റർ, ഇവർ 3 പേര് പ്രോഗ്രാം നിന്നു. പിറ്റേ ദിവസം ഈ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ട എൻ്റെ വീട്ടിൽ വന്ന് പരമേശ്വരൻ നായർ പരമോണ്ണൻ വീട്ടിൽ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി റെക്കോർഡ് ചെയ്തു. അങ്ങനെയാണ് ആദ്യത്തെ കുഞ്ഞാലിമരക്കാർ റെക്കോർഡിങ്. ഒരു മുല്ല പൂമാലയുമായി നീന്തി 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 വന്നൊരു ഡുവറ്റ് യുഗ്മഗാനം. ആദ്യത്തെ ദിവസം പാടാൻ ശരിയായില്ല, പേടിച്ചിട്ട്. എന്നിട്ട് ഞാൻ വേണ്ടാന്ന് വെച്ച് പോയി, ഇനി പാട്ടും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ വേറെ പണി നോക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങി പോന്നതാണ്. പിറ്റേ ദിവസം പരമണ്ണ ആദ്യം വന്ന് എനിക്കടാ പറഞ്ഞു. ആദ്യം കൊണ്ടുപോയി പഠിച്ചിട്ട് അന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റി. 2ാമത്തെ പ്രാവശ്യം. സെക്കൻഡ് ശരിക്കും റെക്കോർഡ് ചെയ്തു ചിദംബരത്ത്. അതിനുശേഷം പാടിയ മ്യൂസിക് ഡയറക്ടർ പിന്നെ ഒരുപക്ഷെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തിയാണ്. അതിന് മുമ്പ് മേയർ നായറൊക്കെ പാടിയിട്ടുണ്ട്. മേയർ നായർ നമ്മുടെ പാടിയിട്ടുണ്ട്. ഈ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന പാട്ടാണ് കൂടുതൽ ജനങ്ങളിലേക്ക് അടുപ്പിച്ചത്. ആദ്യത്തെ ഇറങ്ങിയ പാട്ടതാണല്ലോ അല്ലേ, ഫസ്റ്റ് ഇറങ്ങിയ പാട്ടതാണ്. ഈ പാട്ട് കേട്ടപ്പോൾ തന്നെ ചേട്ടന് തോന്നിയിട്ടില്ലേ ഇനിയും കുറെ പാട്ടുകളുടെ ഭാഗമാകാൻ കഴിയുമെന്നോ? മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി കേട്ടപ്പോൾ തോന്നി. പക്ഷെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എനിക്ക് ആദ്യം എന്നെ കൊണ്ട് പാടിച്ചത് മാത്രമല്ല, എനിക്കുള്ള പാട്ടല്ലാന്ന് ആദ്യം പറഞ്ഞു മാഷ്. എന്നെ പറഞ്ഞു ഇതൊക്കെ ആക്കി, അത് നിനക്ക് താരുണ്യം തന്നോട് എൻ്റെ പാട്ട് തോന്നി, നിനക്ക് ആ പാട്ടാണ്, മറ്റേത് വേറെ യേശുവിനെ കൊണ്ട് വെച്ച് പഠിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷേ മൈക്കിൽ കയറി പാടാൻ പറഞ്ഞിട്ടുണ്ട്, നീ പാട്, ഒരു പ്രാവശ്യം പാടി നോക്കി. മൈക്കിൽ പാടി 2-3 പ്രാവശ്യം പാടിച്ചു എന്നെ കൊണ്ട്. അത് ഞാൻ കൂടെ വന്നപ്പോൾ കൃഷ്ണനായർ സാറിനെ കണ്ടേ, ഡയറക്ടർ. സാറേ ഇങ്ങനെ ഈ പാട്ട് നന്നേരം പാട്ടാണല്ലോ, അയ്യോ നന്നായിട്ട് പാടിയിട്ടുണ്ട്, നീ നന്നായിട്ട് ഒരു ഹിറ്റാവും. ഞാൻ പറഞ്ഞത് ഞാൻ പാടുന്നു. പിന്നെ പുള്ളി വെറുതെ പറഞ്ഞു നിൻ്റെ പാട്ട് തന്നെയാണ്. ഒരു സന്തോഷം മനസ്സിൽ, ഭയങ്കര നല്ലൊരു പാട്ട് കിട്ടിയില്ല, ദൈവമേ, ഒരു മറക്കാൻ പറ്റാത്ത നല്ലൊരു പാട്ട് കിട്ടിയില്ല എന്നുള്ളത് വളരെ സന്തോഷം മനസ്സിൽ തോന്നി. ഒരു തിരുവോണക്കാലം കൂടി ഇങ്ങോട്ട് വരുമ്പോഴാണ്
പണ്ട് ചേട്ടൻ എൻ്റെ ഒരു പാട്ട് പാടി, അത് പെട്ടെന്ന് ഇങ്ങനെ ഓർത്തു. ആ പാട്ടിൻ്റെ പല്ലവി ഇങ്ങനെയാണ്: പതിരുള്ള നാഴൂരി നെല്ലുമായി എന്നമ്മ പടികേറി എത്തുന്ന സായന്തനം, കണ്ണീര് പെയ്യുന്ന കോലായിൽ എന്നോട് ശോകരാമായണ പാരായണം, ഓർമ്മകൾക്കിപ്പോഴും ബാല്യം ഓണനിലാവ് പോൽ ദീപ്തം. ഇതാണ് പല്ലവി. അപ്പോൾ ഇത് ചെന്നൈയിൽ വെച്ചായിരുന്നു റെക്കോർഡിങ്. അപ്പോൾ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ചേട്ടൻ പാടുമ്പോൾ ഞാൻ ഇല്ല. പക്ഷേ എന്നോട് ഇങ്ങോട്ട് വിളിച്ചിട്ട് ആ സാഹിത്യത്തെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി, ഒരു സാഹിത്യത്തെ ഇത്രയേറെ നിരീക്ഷിക്കുന്ന ഒരു ഗായകൻ പാടിയിട്ട് 5-6 വർഷം കഴിഞ്ഞിട്ടും കാണാപ്പാടം അറിയാം, ഇപ്പോഴും പാട്ട് കാണാറിയാം. അപ്പോൾ നമുക്ക് ആ പാട്ടിൻ്റെ ഒരു 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 വരി: പതിരുള്ള നാഴൂരി നെല്ലുമായി എന്നമ്മ പടികേറിയെത്തുന്ന സായന്തനം, കണ്ണീരു പെയ്യുന്ന കോലായിലെന്നോട് ശോകരാമായണ പാരായണം, ഓർമ്മകൾക്കിപ്പോഴും ബാല്യം ഓണനിലാവു പോൽ ദീപ്തം, പതിരുള്ള നാഴൂരി നെല്ലുമായി എന്നമ്മ പടികേറിയെത്തുന്ന സായന്തനം, കണ്ണീരു പെയ്യുന്ന കോലായിലെന്നോട് ശോകരാമായണ പാരായണം, ഓർമ്മകൾക്കിപ്പോഴും ബാല്യം ഓണനിലാവു പോൽ ദീപ്തം. ഈ പാട്ട് പാടിയിട്ട് 6 വർഷം കഴിഞ്ഞു, ഇപ്പോഴും ഈ പല്ലവി. ചിത്രം എന്ന് പറഞ്ഞാൽ ചിതലുകൾ ചിത്രം വരയ്ക്കുന്ന ചുമരിൽ ചിരി തൂകിയ അച്ഛൻ്റെ ഛായാചിത്രം, ഇല്ലായ്മതൻ കളിത്തൊട്ടിലിൽ അനുജന്റെ എല്ലാം മറന്നുള്ള മയക്കം, ചിങ്ങക്കിളി പാടും പാട്ടിലും കഥനം, ഓർമ്മകൾക്കിപ്പോഴും ബാല്യം ഓണനിലാവു പോൽ ദീപ്തം. ഓരോരുത്തർക്കും ഓരോ പാട്ടുകൾ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ പാട്ടാണ്. ഇപ്പോൾ രാജീവിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ പാട്ടാണ്. ഇപ്പോൾ എം ജയേന്ദ്രൻ്റെ പാട്ട് വലിയ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. സ്മൃതി തൻ ചിറകിലേറി ഞാനൻ ശ്യാമഗ്രാമഭൂവിലണയുന്നു, അതെല്ലാവരും പാടാൻ പറയും. നല്ല അതുപോലെ തന്നെ ഒന്നിന് ചെറുതായിട്ട് അത് പിന്നെ കമ്പോസ് ചെയ്ത ആള് ഒരു സിനിമാ ഗാനത്തെക്കാളെ ഏറ്റവും പോപ്പുലറായ പാട്ടാണ്. ഇപ്പോഴും ആ പാട്ട് സ്റ്റേജിൽ ഞാൻ പാടുമ്പോൾ അത് തുടങ്ങുമ്പോൾ കയ്യടിയാണ്. അതാണ് പോപ്പുലറായ പാട്ട്. ഈ ഒന്നിന് ചെറുതാഴ്ച മാതിരി ഒരു കോമ്പോസിഷൻ, അത് റെയർ കോമ്പോസിഷൻ അദ്ദേഹത്തിന് മാത്രമേ പറ്റുള്ളൂ. ചേട്ടാ, ഈ ഒരു രാജകുടുംബത്തിൻ്റെ പശ്ചാത്തലം അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലത്തിലൊക്കെ ജീവിക്കുകയും വളരുകയും അല്ലെങ്കിൽ സ്വപ്നം കാണുകയും ഒക്കെ ചെയ്ത ഒരു ജയചന്ദ്രൻ അല്ലെങ്കിൽ ഒരു കുട്ടൻ തമ്പുരാൻ പിന്നീട് മലയാളത്തിൻ്റെ ഭാവഗായനായിട്ട് വളർന്നപ്പോൾ എന്തായിരുന്നു രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം? മറ്റേത് വളരെ സ്വാതന്ത്ര്യമുള്ളൊരു ലോകം, വളരെ അനുഭവേദ്യമായ സ്വപ്നങ്ങൾ വിടരുന്നൊരു ലോകം. ഇത് 4 ചുവരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ലോകത്തെ കാണാൻ അല്ലല്ല അന്നത്തെ ആ ഇതിൻ്റെ അന്തരീക്ഷം അങ്ങനത്തെ ഇപ്പോൾ പഴയ ഓണം ഇപ്പോൾ ഓണക്കാലം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചേർന്നമംഗലത്ത് എൻ്റെ തറവാട്ടിൽ, പാലിയം തറവാട്ടിൽ കുട്ടിക്കാലത്തെ ഓണം വെച്ചാൽ ഞങ്ങളൊന്നിച്ച് പോയി ചെളി വെട്ടിക്കൊണ്ടുവന്ന് ഓണത്തപ്പന ഉണ്ടാക്കി ഇല്ലല്ലേ. അന്ന് സദ്യക്ക് ഇവർ പുറത്ത് അവർക്ക് ഇത് കൊണ്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ഈ കൊശവന്മാരും ഇതില്ലേ മൺചട്ടി അവരുണ്ടാക്കി കൊണ്ടുവരും. അടുപ്പ് അത് പഴത്തിൻ്റെ പഴനൂർക്ക് കൊടുത്താൽ അവർ ഇത് തരും. അങ്ങനെ മേടിച്ച് ആ കാലം, അന്നത്തെ കാലം അതൊക്കെയാണ് ആ ഓർമ്മകളാണ്. എന്തൊരു മനോഹരമാണ്, എന്തൊരു മനോഹരം, എന്തൊരു ബ്യൂട്ടിഫുള്ളാണ് ആ ഓർമ്മകൾ. ആ ഓണം അതെല്ലാം കണ്ടിട്ട് ഇന്നത്തെ ഓണം കാണുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്, പുച്ഛമാണ്. എന്തോ അതെല്ലാം മാറിപ്പോയി. ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയും, നമ്മുടെ ആഹാരം ഉൾപ്പെടെ മാറിപ്പോയി. ഓണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതില്ലേ, ഇപ്പം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ആ കാലത്തൊക്കെ ഓണത്തിന് എന്ന് പറഞ്ഞാൽ ഓണസദ്യയും പിന്നെ ഈ പുലിക്കളി, കുമ്മാട്ടി വരല്, അതിങ്ങനെ ആ അന്തരീക്ഷം തന്നെ അന്ന് ഇതായിരുന്നു. ആ കർക്കിടകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കർക്കിടകന്മാരില്ല. അന്നത്തെ കർക്കിടകം ആ മഴ കഴിഞ്ഞിട്ട്, ഭയങ്കര മഴ കഴിഞ്ഞിട്ട് ചിങ്ങം പിറക്കുമ്പോൾ എല്ലാം അതാണ് വെയിൽ കൊണ്ടിട്ട് ആ ചിങ്ങത്തിൻ്റെ ആ വെയിലിൽ ഇങ്ങനെ പച്ച പിടിച്ചിങ്ങനെ കിടക്കണം ഫുള്ളായിട്ട്. ഇങ്ങനെ ഒരു മനോഹരമായിരുന്നു അന്തരീക്ഷത്തിൽ, ഒരു മനോഹരം. ഈ കർക്കിടകത്തിൻ്റെ സങ്കടങ്ങൾ കഴിഞ്ഞിട്ട്
ഒരു സൗഭാഗ്യങ്ങളുടെ ചിഹ്നം. ഇതാണ് ഇപ്പോൾ എല്ലാം നമ്മൾ എപ്പോഴും കാണാം, ആ അന്തരീക്ഷം തന്നെ അങ്ങനെ പുഞ്ചിരിച്ചിരിക്കണ്ടോ. അതെ 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 വല്ലാത്തൊരു അനുഭവമാണത്. കാര്യം ഇപ്പോൾ എല്ലാവർക്കും സൗഭാഗ്യങ്ങളുടെ ലോകമുള്ളതുകൊണ്ട് ഈ സങ്കടങ്ങൾ അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുന്നില്ല. ആ ഭാഗ്യം ഉണ്ടാകുന്നില്ല. സങ്കടം അനുഭവിച്ചാലേ അവർക്ക് ഒരു ഗായകന് മനസ്സിൽ ദുഃഖം, അവൻ്റെ അനുഭവങ്ങളാണ് ജീവിതത്തിൽ. ഈ സങ്കടങ്ങൾ ഒരു സമ്പാദ്യമായി കൊണ്ടാടുന്നവനെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾക്ക് വിലയുണ്ട്.